നമസ്കാരം. കൊല്ലം പരവൂർ മുനിസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികളോട് ഹൈക്കോടതി വിശദീകരണം തേടി. സാമൂഹ്യ പ്രവർത്തകയും അനീഷ ഐക്യദാർഢ്യ സമിതിയുടെ കൺവീനറുമായ പി ഉഷയുടെ ഹർജിയിലാണ് നടപടി. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അനീഷയുടെ മാതാവ് പ്രസന്ന നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു. ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കാൻ കോടതിയെ സഹായിക്കാൻ അഡ്വക്കേറ്റ് വി ജോൺ സെബാസ്റ്റ്യൻ റാൽഫിനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിട്ടുണ്ട്. ഹർജി 12-ാം തീയതിയിലേക്ക് പരിഗണിക്കാൻ മാറ്റിവെച്ചു. ജനുവരി 22-നാണ് കൊല്ലം പരവൂർ മുനിസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ജീവനൊടുക്കുന്നത്. അനീഷയിൽ നിന്നും നിർണായക വിവരങ്ങളടങ്ങിയ 50 പേജുള്ള ഡയറിക്കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും മാനസിക പീഡനം കാരണം ജീവിതം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു ഡയറിയിൽ അനീഷ വ്യക്തമാക്കിയിരുന്നത്. തൊഴിൽ സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങളെയും സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള അനീഷയുടെ ശബ്ദരേഖകളും സുഹൃത്തുക്കൾ പുറത്തുവിട്ടിരുന്നു. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കി മേലുദ്യോഗസ്ഥൻ അപമാനിച്ചു, ജോലി ചെയ്യാത്തവരെ പ്രോത്സാഹിപ്പിച്ചു എന്നും ജോലി ചെയ്യുന്ന തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നും ശബ്ദരേഖയിൽ അനീഷ ആരോപിച്ചിരുന്നു. ഈ നശിച്ച ലോകത്ത് ഞാനെന്തിന് ജീവിക്കണം? സത്യത്തിനും നീതിക്കും ഒരു വിലയുമില്ലാത്തിടത്ത് ഞാൻ എന്തിനാണ് ഇനി നിൽക്കുന്നത്? എനിക്ക് അത്രയും പ്രഷർ എടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ മരിക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. അനീഷയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. അനീഷയുടെ വീട് സന്ദർശിച്ച വനിതാ കമ്മീഷനും അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയോഗിക്കപ്പെട്ട ജോലി ചെയ്യാത്ത സഹപ്രവർത്തകനെയും അതിന് പിന്തുണ നൽകുന്നവരെയുമാണ് അനീഷയുടേത് എന്ന് കരുതുന്ന ശബ്ദ സന്ദേശത്തിലൂടെ കുറ്റപ്പെടുത്തുന്നത്. ഇതിനെല്ലാം കൃത്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും അവർ പറയുന്നു. ഇപ്പോൾ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ആരോഗ്യസ്ഥിതിയും എല്ലാം കാരണം പഴയ പോലെ ഒറ്റയ്ക്ക് പോരാടാനുള്ള കരുത്തില്ല. അതിനാൽ എല്ലാം മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തി ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന രീതിയിലാണ് അനീഷ സന്ദേശങ്ങൾ നൽകിയത്. തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നവരുടെ പേരും മേലുദ്യോഗസ്ഥരുടെ പോസ്റ്റും എല്ലാം പറഞ്ഞാണ് സന്ദേശം. തെളിവുകളെല്ലാമായി കയറിയിറങ്ങാനൊന്നും എനിക്കിനി വയ്യ. ഈ അന്യായത്തിന് ഇത്രയും പേർ ഒന്നിച്ചു നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ആർക്കും ചങ്കൂറ്റമില്ല. സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നതാണ്, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ നീളുന്നു അനീഷയുടെ സന്ദേശങ്ങൾ. വിവരാവകാശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വഴങ്ങാതെ വന്നപ്പോൾ സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ മോശം പ്രകടനമാണെന്ന് രേഖപ്പെടുത്തി. താനിരിക്കെ അത് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളും അനീഷയുടെ ഡയറിക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. ആരോപണ വിധേയനായ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ അഭിഭാഷകനായ കുണ്ടറ ജോസ് വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയ്ക്ക് പിന്നിൽ അനീഷയാണെന്ന് ആരോപിച്ചാണ് പിറ്റേ ദിവസം നടന്ന യോഗത്തിൽ മേലുദ്യോഗസ്ഥനടക്കം പരസ്യമായി അധിക്ഷേപിച്ചതെന്ന് കുണ്ടറ ജോസ് പറയുന്നു. ആരോപണ വിധേയനായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എത്ര ദിവസം അവധിക്ക് അപേക്ഷ നൽകി, എത്ര അവധികൾ അംഗീകരിച്ചു, എത്ര ദിവസം കോടതിയിൽ ഹാജരായി തുടങ്ങിയ 18 ചോദ്യങ്ങളാണ് വിവരാവകാശ അപേക്ഷയിൽ ഉണ്ടായിരുന്നത്. ഈ അപേക്ഷ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസിൽ നൽകിയതിന് പിന്നാലെ മറ്റൊരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോണിൽ വിളിച്ച് അനീഷയുടെ നിർദ്ദേശപ്രകാരമാണോ അത് നൽകിയത് എന്ന് ചോദിച്ചുവെന്നും കുണ്ടറ ജോസ് പറഞ്ഞിരുന്നു. ആരോപണ വിധേയനായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജോലിക്കെത്താത്ത ദിവസങ്ങളിലും ഹാജർ രേഖപ്പെടുത്തുന്നതും ഓഫീസ് മുറി തുടർച്ചയായി അടച്ചിട്ടിരിക്കുന്നതുമായ ചിത്രങ്ങൾ സഹിതമാണ് അനീഷ പരാതി നൽകിയത്. ഇതേ ഉദ്യോഗസ്ഥൻ ജോലിക്കെത്താത്ത ദിവസം അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ട കേസ് രേഖാമൂലം ചുമതല നൽകാത്തത് ചൂണ്ടിക്കാട്ടി അനീഷ കോടതിയിൽ ഹാജരാകാൻ വിസമ്മതിച്ചതും ഒരു വിഭാഗം ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചിരുന്നു.